അപ്പോൾ ഹായ് എവരിബഡി, പൈത്തൺ പ്രോഗ്രാമിങ്ങിൻ്റെ സെക്കൻഡ് ക്ലാസ്സിലേക്ക് നമുക്ക് എല്ലാവർക്കും കിടക്കാം. ഇറ്റ്സ് മീ ആൽവിൻ, ദ ക്ലാസ് ഈസ് ടേക്കിംഗ് ഫോർ യു. അപ്പോൾ പൈത്തൻ്റെ ഫസ്റ്റത്തെ ക്ലാസ്സിൽ നമ്മൾ പൈത്തൻ്റെ ഇൻട്രൊഡക്ഷൻ, ഡിഫറെൻറ്റ് വെർഷൻസ്, ഹിസ്റ്ററി, ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ്, എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക പൈത്തൺ കമ്പ്യൂട്ടറിൽ, പിന്നെ ഒരു സാമ്പിൾ പ്രോഗ്രാം എങ്ങനെ റൺ ചെയ്യുക, ഇതൊക്കെ നമ്മൾ ഫസ്റ്റത്തെ ക്ലാസ്സിൽ കണ്ടു. ഇനി നൗ ടുഡേയ്സ് ക്ലാസ് വി ആർ ഡിസ്കസിങ് അബൌട്ട് കമൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ്, ഐഡൻറ്റിഫയേഴ്സ്, കീവേഡ്സ്, വാരിയബിൾസ്. അപ്പോൾ ഫസ്റ്റത്തെ ക്ലാസ്സിൻ്റെ ആ ഫ്ലോ കളയാതെ തന്നെ നമുക്ക് സെക്കൻഡ് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് സ്ലൈഡ് കമൻറ്റിങ് ഓൺ പൈത്തൺ കോഡ്. അതിൽ ഫസ്റ്റത്തെ പോയിൻ്റ് എന്താ പറയുന്നത്? കമൻറ്റിങ് ഹെൽപ്സ് എക്സ്പ്ലെയിൻ യുവർ ഇൻറ്റൻഷൻ ഓഫ് ദാറ്റ് കോഡ്. നമ്മൾ ആക്ച്വലി എഴുതുന്ന ഒരു കോഡ്, പ്രോഗ്രാം കോഡ്, ഇപ്പോൾ പ്രോഗ്രാമർ ആവാം, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിനെ പറ്റി അറിയാത്തൊരു വ്യക്തിയാണെങ്കിൽ തന്നെയും ആ കോഡ് റീഡ് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി എന്തിനാണ് ആ കോഡ് എഴുതിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് അതിനെ ചേർന്ന് അതിനോടൊപ്പം തന്നെ ഒരു കമൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വളരെ യൂസ്ഫുള്ളാണ്. അതുവഴി എന്തിനാണ് ആക്ച്വലി ആ കോഡ് എഴുതിയിരിക്കുന്നതെന്ന്, അതിൻ്റെ ഇൻറ്റൻഷൻ എന്താണെന്ന് അതിലൂടെ ആർക്കായാലും മനസ്സിലാക്കിയെടുക്കാം. നെക്സ്റ്റ് പോയിൻറ്റ്, can easily find errors and fix them to improve the code. അപ്പോൾ ഇത് വേറൊന്നുമല്ല, നമുക്ക് പ്രോഗ്രാമിനോടൊപ്പം ഒരു കമൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റ്മെൻറ്റിനൊപ്പം അല്ലെങ്കിൽ ഒരു യൂസ്ഫുള്ളായ ഒരു സ്റ്റേറ്റ്മെൻറ്റൊപ്പം ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നതിനൊപ്പമൊക്കെ നമ്മളൊരു കമൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസിലി പെട്ടെന്നൊരു പ്രോഗ്രാമിൽ എറർ വന്നു കഴിഞ്ഞാൽ അത് ആക്ച്വലി ഏത് പോർഷനിലാണ് ആ എറർ വന്നത് അത് പെട്ടെന്ന് ഫൈൻഡ് ചെയ്ത് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പിന്നീട് നമുക്ക് ഈ പ്രോഗ്രാമിൽ എന്തെങ്കിലും അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിൽ പൈത്തൺ ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുള്ള ആ കോഡിൽ എന്തെങ്കിലും ചേഞ്ചസോ ഇമ്പ്രൂവ്മെൻറ്റ്സോ വരുത്തണമെന്നുണ്ടെങ്കിലും ആക്ച്വലി ഏത് പോർഷനിലാണ് ചേഞ്ച് വരുത്തേണ്ടതെന്ന് പെട്ടെന്ന് ഈസിലി ഫൈൻഡ് ചെയ്യാനായിട്ട് ഈ കമൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നത് വഴി പെട്ടെന്ന് തന്നെ നമുക്ക് കോഡിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും, അത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, കോഡ് കൂടുതലായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. തേർഡ് പോയിൻ്റ് ഈസ് ഇറ്റ് ഈസ് ദ ഗുഡ് പ്രാക്ടീസ് ഓഫ് പെർഫെക്റ്റ് പ്രോഗ്രാമേഴ്സ്. ഒരു പെർഫെക്റ്റ് പ്രോഗ്രാമറിന് കമൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ്ഫുൾ ആവോ ഇല്ലയോ? ആക്ച്വലി ഒരു ഡെവലപ്പറിന് ആക്ച്വലി ഒരു കമൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആവശ്യം വരില്ല. കാരണം ആൾക്കറിയാം ഏതൊക്കെ കോഡ് ഏതൊക്കെ ഏരിയയിൽ ഏതൊക്കെ മെത്തേഡിലാണ് ചെയ്തതെന്ന് ആ ഒരു ഡെവലപ്പറിന് അറിയാൻ പറ്റും. എന്നാൽ തന്നെ ഒരു വലിയ ലാർജ് പ്രോഗ്രാം ആണെങ്കിൽ തന്നെയും ഒരു 10-25 പേജസ് തന്നെ പ്രോഗ്രാം ഉണ്ടെങ്കിൽ അത് ലാസ്റ്റ് പോർഷനിൽ നിന്ന് ഫസ്റ്റ് പോർഷനിലേക്ക് ഏതാണെന്ന് ചിലപ്പോൾ അറിയാൻ ചെറിയ കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും അത് ഡെവലപ്പറിന് വലിയ സീൻ ഉണ്ടാവില്ല. പക്ഷേ ഒരു ഗുഡ് പ്രാക്ടീസ്, പെർഫെക്റ്റ് പ്രോഗ്രാമറിൻ്റെ ഒരു ഗുഡ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ കമൻറ്റിംഗ് ആണെന്ന് പറയുന്നത്. ഈ ഡെവലപ്പ് ചെയ്യുന്ന വ്യക്തി ആവില്ല ആക്ച്വലി പിന്നീട് മോഡിഫിക്കേഷൻസ് വരുത്തുക. ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത വ്യക്തിയല്ല അത് മോഡിഫൈ ചെയ്യുക, അല്ലെങ്കിൽ എറേഴ്സ് വന്ന് അത് ഫൈൻഡ് ചെയ്യുന്നത് വേറെ വ്യക്തിയാണ്. നേരത്തെ പറഞ്ഞ അത് പോയിൻറ്റോട് കണക്റ്റഡ് ആണ്. അപ്പോൾ ഈ ഒരു ഗുഡ് പ്രാക്ടീസ് നമ്മൾ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ, കമൻറ്റിംഗ് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് കമൻറ്റിംഗ് എന്നൊരു മെത്തേഡ് നമ്മൾ പ്രോഗ്രാമർ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ അത് പിന്നീട് എപ്പോഴും ഒരു യൂസ്ഫുൾ ഒരു മെത്തേഡായിരിക്കും. അതുകൊണ്ടാണ് ഒരു ഗുഡ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഫോർത്ത് പോയിൻ്റ് ഈസ് വിതൗട്ട് കമൻറ്റ്സ് ലാർജ് പ്രോഗ്രാംസ് മേ ലീഡ്സ് ടു കൺഫ്യൂസ്. ആക്ച്വലി ഈ പോയിൻ്റ് ഞാൻ നേരത്തെ പറഞ്ഞ എക്സ്പ്ലനേഷനിൽ ഇൻക്ലൂഡ് ചെയ്തായിരുന്നു. ആക്ച്വലി ലാർജ് പ്രോഗ്രാംസ് എഴുതുമ്പോഴാണ് ഒരു ഡെവലപ്പറിന് തന്നെയായാലും കോഡ് എവിടെയൊക്കെ ഏതൊക്കെ പോർഷനിൽ എന്തൊക്കെ മെത്തേഡ് യൂസ് ചെയ്തെന്നും ചെറിയൊരു കൺഫ്യൂഷൻ വരിക. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ, അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കമൻറ്റിങ് യൂസ്ഫുള്ളായി വരും. നെക്സ്റ്റ് സ്ലൈഡിൽ ടൈപ്സ് ഓഫ് കമൻറ്റ്സിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റത്തെ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ ലൈൻ കമൻറ്റ്സ് ആണ്. ദ ലൈൻ സ്റ്റാർട്ട്സ് വിത്ത് എ ആഷ് ക്യാരക്ടർ ഈസ് ദ സിംഗിൾ ലൈൻ കമൻറ്റ്. അപ്പോൾ ഏതെങ്കിലും ഒരു സെൻറ്റൻസ് ആഷ് ക്യാരക്ടറിന് ശേഷം നമ്മൾ ടൈപ്പ് ചെയ്താൽ ഇൻ്റർപ്രെറ്റർ അത് ഒരു കമൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് റീഡ് ചെയ്യുക. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ഒരു എക്സാമ്പിളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ആഷ് ക്യാരക്ടർ ഫോളോ ചെയ്തിട്ട് ഒരു പ്രിൻറ്റിങ് എ സ്ട്രിങ് എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താഴെ എന്താ ടൈപ്പ് ചെയ്തിട്ടുള്ളത്? നോർമലി ഒരു പ്രിൻറ്റ് ഫംഗ്ഷനാണ്. പ്രിൻറ്റ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കോഡ്സിൻ്റെ ഉള്ളിൽ ഹലോ വേൾഡ്. അപ്പോൾ ആക്ച്വലി അത് എന്താണ് ചെയ്തത്? ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. ആക്ച്വലി വലിയ ഫംഗ്ഷൻസിനാണ് ഈ കമൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് കുറച്ചുകൂടി യൂസ്ഫുൾ ആവുക. അപ്പോൾ എന്താണ് ആക്ച്വലി അടിയിൽ ചെയ്തിട്ടുള്ളത്, അതായത് ആ കോഡിൽ ചെയ്തിട്ടുള്ളത് എന്നാണ് മുകളിലത്തെ ആ കമൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് റീഡ് ചെയ്താൽ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നത്. സെക്കൻഡ് ടൈപ്പ് ഓഫ് കമൻറ്റ്സ് ആണ് മൾട്ടി ലൈൻ കമൻറ്റ്സ്. ടെക്നിക്കലി പൈത്തൺ ഡസൻറ്റ് ഹാവ് എക്സ്പ്ലിസിറ്റ് സപ്പോർട്ട് ഫോർ മൾട്ടി ലൈൻ കമൻറ്റിങ്. അതായത് മൾട്ടി ലൈൻ കമൻറ്റിങ്ങിന് സ്പെഷ്യൽ സിമ്പിൾ ഒന്നും പൈത്തണിലില്ല. എന്നാൽ ഒരു ഇൻലൈൻ ഡോക്യുമെൻറ്റേഷന് വേണ്ടി മറ്റുള്ള ഒരു വ്യക്തി റീഡ് ചെയ്യുന്ന വ്യക്തിക്ക് ആക്ച്വലി താഴെ പറയുന്ന ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ കംപ്ലീറ്റ് മെത്തേഡ്സിനെ പറ്റിയിട്ട് ഒരു ചെറിയൊരു ഡോക്യുമെൻറ്റേഷൻ ടോപ്പിൽ തന്നെ, അതായത് പ്രോഗ്രാം അല്ലെങ്കിൽ ആ ഒരു ഫംഗ്ഷൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ പോലെ ഒരു ഡോക്യുമെൻറ്റേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയാണ് മൾട്ടി ലൈൻ കമൻറ്റിങ് യൂസ് ചെയ്യുന്നത്. ആക്ച്വലി മൾട്ടി ലൈൻ കമൻറ്റിങ് എന്ന് പറഞ്ഞ മെത്തേഡ് പൈത്തണിലില്ലെങ്കിലും മൾട്ടി ലൈൻ കമൻറ്റിങ് നമുക്ക് എഴുതാൻ 2 മെത്തേഡ് വഴി. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഷ് ക്യാരക്ടർ വെച്ചിട്ട് ഓരോ ലൈനിൻ്റെ ഫ്രണ്ടിലും ആഷ് ക്യാരക്ടർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു ഡോക്യുമെൻറ്റേഷൻ പോലെ എഴുതാം. ഇപ്പോൾ അതിന് എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് എ മൾട്ടി ലൈൻ
കമൻറ്റ് എന്ന് ചുമ്മാ ജസ്റ്റ് കൊടുത്തിട്ടുള്ളതാണ്. അതുപോലെ നമുക്ക് എന്ത് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ മൾട്ടിലൈൻ കമൻറ്റ് ഈ ഹാഷ് ക്യാരക്ടർ ഓരോ വട്ടം യൂസ് ചെയ്തിട്ട് എഴുതാം. സെക്കൻഡ് മെത്തേഡ് യൂസിങ് സ്ട്രിംഗ് ലിറ്ററൽസ് ടു റൈറ്റ് മൾട്ടിലൈൻ കമൻറ്റിങ്. ആക്ച്വലി മൾട്ടിലൈൻ കമൻറ്റിങ്ങിന് ഒരു മെത്തേഡ് പൈത്തൺ പ്രൊവൈഡ് ചെയ്യുന്നില്ല എങ്കിലും വേറൊരു മെത്തേഡ് യൂസ്ഫുൾ ആക്കിക്കൊണ്ടാണ് ആക്ച്വലി സ്ട്രിംഗ് ലിറ്ററൽസ് വെച്ചിട്ട് നമ്മൾ മൾട്ടിലൈൻ കമൻറ്റിങ് ചെയ്യുന്നത്. അതായത് സ്ട്രിംഗ് ലിറ്ററൽസ് ആയിട്ട് എന്ത് എഴുതിയാലും ആക്ച്വലി പൈത്തൺ കോഡ് അല്ലെങ്കിൽ പൈത്തൻ്റെ ഇൻ്റർപ്രെറ്റർ അത് റീഡ് ചെയ്യില്ല. സ്ട്രിംഗ് ലിറ്ററൽസ് എങ്ങനെ എഴുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 കോഡ്സ് ഇട്ടിട്ട് പിന്നെ അതിൻ്റെ അടിയിൽ എന്ത് എഴുതിയിട്ട് ലാസ്റ്റ് 3 കോഡ്സ് വെച്ച് വീണ്ടും ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എന്ത് എഴുതിയതായാലും അത് ഇൻ്റർപ്രെറ്റർ റീഡ് ചെയ്യില്ല. അത് ഒരു സ്ട്രിംഗ് ലിറ്ററലായിട്ടാണ് റീഡ് ചെയ്യുക. അപ്പോൾ അതിന് താഴെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. 3 കോഡ്സ് ഓപ്പണിങ്ങും ക്ലോസിങ്ങിലും വെച്ചിട്ട് 3 സിംഗിൾ കോഡ്സ് അതിൻ്റെ ഇടയിൽ ഐ ആം എ മൾട്ടിലൈൻ കമൻറ്റ്. അതാണ് ഒരു എക്സാമ്പിൾ പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹൗ ടു റൈറ്റ് ബെറ്റർ കമൻറ്റ്സ്. എങ്ങനെയാണ് നമുക്ക് ബെറ്ററായിട്ട് കമൻറ്റ് ചെയ്യാൻ പറ്റുക. അതിൽ ഫസ്റ്റ് പോയിന്റ് യൂസ് കമൻറ്റ്സ് ടു ഡിസ്ക്രൈബ് വാട്ട് എ ഫംഗ്ഷൻ ഡസ് ആൻഡ് നോട്ട് ദ സ്പെസിഫിക് ഡീറ്റെയിൽസ് ഓൺ ഹൗ ദ ഫംഗ്ഷൻ ഡസ് ഇറ്റ്. ഇപ്പം നമ്മൾ കോഡിൽ ഒരു ഫംഗ്ഷനെ പറ്റിയിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ, അതായത് എന്താണ് ആ ഫംഗ്ഷൻ, എങ്ങനെയൊക്കെയാണ് ആ ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത് എന്ന് കൂടി അതിൻ്റെ അകത്ത് ഡിസ്ക്രിപ്ഷനിൽ, അതായത് കമൻ്റായിട്ട് കൊടുക്കുക നല്ലതായിരിക്കും. നെക്സ്റ്റ് ട്രൈ ടു റിമൂവ് ആസ് മെനി റെഡൻഡന്റ് കമൻറ്റ്സ് ആസ് പോസിബിൾ. ഈ കമൻറ്റിങ് ചെയ്യുന്നത് വളരെ യൂസ്ഫുള്ളായൊരു മെത്തേഡാണ്. നമ്മളിപ്പോൾ ഒരു വർക്ക് തുടങ്ങിയാൽ അത് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്ത് തീർക്കണം എന്ന് പറഞ്ഞ പോലെ, അതായത് ആക്ച്വലി ഏതൊക്കെ ഏരിയസിലാണ് നമ്മൾ കമൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യേണ്ടി വരിക ആ ഏരിയയിൽ മാത്രമേ കമൻറ്റിങ് ചെയ്യാൻ പാടുള്ളൂ. നെക്സ്റ്റ് പോയിന്റ് ട്രൈ ടു മേക്ക് ദ കമൻറ്റ്സ് ആസ് ഷോർട്ട് ആൻഡ് കൺസൈസ് ആസ് പോസിബിൾ. അപ്പോൾ ഈ പോയിന്റ് വേറെ ഒന്നുമില്ല, നമ്മൾ ചെയ്യുന്ന കമൻറ്റ് ഷോർട്ടും അതുപോലെ കൺസൈസ് ആവാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് അബൌട്ട് ഐഡൻറ്റിഫൈസ് ഇൻ പൈത്തൺ. അപ്പോൾ പൈത്തൺ ലാംഗ്വേജിൽ ഐഡൻറ്റിഫൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐഡൻറ്റിഫൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയബിൾസ്, ക്ലാസ്സസ്, ഒബ്ജക്ട്സ്, ഫങ്ഷൻസ്, ലിസ്റ്റ് എന്നിവയൊക്കെ നെയിം ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്ട്രിങ്സിനെയാണ് ആക്ച്വലി ഐഡൻറ്റിഫൈസ് എന്ന് പറയാം. അതുപോലെ ഈ ഐഡൻറ്റിഫൈസ് ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു പ്രോഗ്രാമർ തന്നെയാണ്. അതായത് നമ്മളാണ് പ്രോഗ്രാം ചെയ്യുന്നത്, നമ്മളാണ് ആക്ച്വലി ഇവയ്ക്കൊക്കെ പേര് കൊടുക്കുന്നത്. അപ്പോൾ അതിനുള്ള റൂൾസ്, ഇതിന് എക്സ്ട്രാ വേറെ റൂൾസുകളുണ്ട്. ആ റൂൾസാണ് താഴെ പറയുന്നത്. അപ്പോൾ അതിലെ ഫസ്റ്റത്തെ റൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഐഡൻറ്റിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോങ് സീക്വൻസ് ഓഫ് ലെറ്റേഴ്സ് അല്ലെങ്കിൽ നമ്പേഴ്സ് ആയിരിക്കും. ലെറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ ലെറ്റർ എ ടു സെഡ് ആവാം, അതുപോലെ ക്യാപിറ്റൽ ലെറ്റർ എ ടു സെഡ് ആവാം. അതുപോലെ നമ്പേഴ്സ് 0 to 9 ഏത് ഡിജിറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും നമുക്ക്. അതാണ് ആദ്യത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ. അതുപോലെ അടുത്ത പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൽ സ്പെഷ്യൽ ക്യാരക്ടർ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ആകെ യൂസ് ചെയ്യാൻ പറ്റിയ സ്പെഷ്യൽ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർസ്കോർ മാത്രമാണ്. അപ്പോൾ ഇതിൽ അടുത്ത പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീവേഡ് ഷുഡ് നോട്ട് ബി യൂസ്ഡ് ആസ് ആൻ ഐഡൻറ്റിഫയർ നെയിം. അതായത് കീവേഡിൻ്റെ പേര് ഒരിക്കലും ഐഡൻറ്റിഫയറിൻ്റെ പേരായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതിൽ എറർ ഉണ്ടാവും. അപ്പോൾ അടുത്ത പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ പൈത്തൺ ലാംഗ്വേജ് കേസ് സെൻസിറ്റീവ് ആണ്. കേസ് സെൻസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്ററിൽ നമ്മൾ ടൈപ്പ് ചെയ്ത ഐഡൻറ്റിഫയറും സ്മോൾ ലെറ്ററിൽ ടൈപ്പ് ചെയ്ത ഐഡൻറ്റിഫയറും രണ്ടായിട്ടാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് റീഡ് ചെയ്തെടുക്കുക. പിന്നെ നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പൈത്തൺ ലാംഗ്വേജിൽ ഐഡൻറ്റിഫയർ ലെറ്റർ ആവാം, ഡിജിറ്റ് ആവാം, അതായത് ആൽഫ ന്യൂമറിക് ആണെന്ന് പറഞ്ഞു നമ്മൾ. പക്ഷേ ഇതിൽ ഫസ്റ്റ് ലെറ്റർ ഒന്നില്ലെങ്കിൽ ലെറ്റർ ആവാം അല്ലെങ്കിൽ ഒരു അണ്ടർസ്കോർ ആവാം, പക്ഷേ ഒരിക്കലും ഒരു ഡിജിറ്റ് ആവാൻ പാടില്ല. അതാണ് ലാസ്റ്റത്തെ പ്രോപ്പർട്ടി പറയുന്നത്. നെക്സ്റ്റ് വി ക്യാൻ ഗോ ത്രൂ ദി എക്സാമ്പിൾസ് ഓഫ് ദി ഐഡൻറ്റിഫയേഴ്സ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിനെ പൈത്തണിൻ്റെ ഷെല്ല് തുറന്നിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് ഏതെങ്കിലും ഒരു വാരിയബിൾ അടിച്ചു കൊടുക്കാം. സപ്പോസ് demo1 ക്യാപിറ്റൽ ലെറ്റർ ഡി വെച്ചിട്ട് demo1 ടൈപ്പ് ചെയ്തു, ഈക്വൽ ടു 34 ടൈപ്പ് ചെയ്ത് കൊടുത്തു. അപ്പോൾ എൻ്റർ ചെയ്യുമ്പോൾ കുഴപ്പമില്ല, ഓക്കെ, അത് ഓക്കെ ആയി. അടുത്തത് നമുക്ക് demo1 ഈക്വൽ ടു 54 എന്ന് ടൈപ്പ് ചെയ്തു. demo1 അതിലേക്ക് സ്മോൾ ലെറ്റർ ഡി ആണ് ടൈപ്പ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ അതിലും കുഴപ്പമില്ല, എററൊന്നുമില്ല. നെക്സ്റ്റ് നമ്മൾ അണ്ടർസ്കോർ, നമുക്ക് അണ്ടർസ്കോർ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു ഫസ്റ്റ് ലെറ്ററായിട്ട്. അപ്പോൾ അണ്ടർസ്കോർ യൂസ് ചെയ്തപ്പോഴും demo1 ഈക്വൽ ടു 65 അപ്പോഴും കുഴപ്പമില്ല. പിന്നെ നമ്മൾ ചെയ്തത് പെർസെൻറ്റേജ്, അനദർ ഏത് സ്പെഷ്യൽ ക്യാരക്ടർ യൂസ് ചെയ്താലും പ്രോബ്ലം ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ demo1 ഈക്വൽ ടു 65 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തപ്പോൾ വന്ന എററാണ് ആക്ച്വലി ഇതാ കാണിക്കുന്നു, സിൻഡാക്സ് എറർ, ഇൻവാലിഡ് സിൻഡാക്സ്. അതായത് ആ ഒരു സിൻഡാക്സ് ഈ പൈത്തൺ ലാംഗ്വേജിൽ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് ലിസ്റ്റ് ഓഫ് കീവേഡ്സ് ആണ്. ഫസ്റ്റത്തെ ആൻഡ് ഒരു ലോജിക്കൽ ഓപ്പറേറ്ററാണ്. നെക്സ്റ്റ് ആസ്, അതൊരു ഏലിയാസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്, ടു ക്രിയേറ്റ് ആൻ ഏലിയാസ്. നെക്സ്റ്റ് അസേർട്ട് ഫോർ ഡീബഗിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന കീവേഡാണ്. നെക്സ്റ്റ് ബ്രേക്ക് കീവേഡ് ടു ബ്രേക്ക് ഔട്ട് എ ലൂപ്പ്. നെക്സ്റ്റ് ക്ലാസ്
ടു ഡിഫൈൻ എ ക്ലാസ്, ഒരു ക്ലാസ് ഡിഫൈൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് കണ്ടിന്യൂ ടു ദി നെക്സ്റ്റ് ഐട്രേഷൻ ഓഫ് എ ലൂപ്പ്. നെക്സ്റ്റ് ഡെഫ് കീവേഡ് ടു ഡിഫൈൻ എ ഫംഗ്ഷൻ. നെക്സ്റ്റ് del കീവേഡ്, ഡിലീറ്റ് കീവേഡ് ടു ഡിലീറ്റ് എ ഫംഗ്ഷൻ. നെക്സ്റ്റ് elif used in conditional statements same as else if. Keyword else used in conditional statements. Next except keyword, it is used with the exceptions വരുമ്പോൾ യൂസ് ചെയ്യുന്ന കീവേഡാണത്. നെക്സ്റ്റ് ഫാൾസ് കീവേഡ്, ഇതൊരു ബൂളിയൻ വാല്യൂയാണ്, റിസൾട്ട് ഓഫ് കമ്പാരിസൺ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് ഫൈനലി ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ എക്സെപ്ഷൻ, ഇതും എക്സെപ്ഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യണത്. എ ബ്ലോക്ക് ഓഫ് കോഡ് ദാറ്റ് വിൽ ബി എക്സിക്യൂട്ടഡ് നോ മാറ്റർ ഇഫ് ദർ ഈസ് എ എക്സെപ്ഷൻ ഓർ നോട്ട്. ഒരു എക്സെപ്ഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ കോഡ് എന്തായാലും വർക്ക് ചെയ്യണം. അത്തരം കീവേഡാണ് ഫൈനൽ കീവേഡ്. നെക്സ്റ്റ് കീവേഡാണ് ഫോർ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് എ ഫോർ ലൂപ്പ്, ഒരു ഫോർ ലൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കീവേഡാണത്. നെക്സ്റ്റ് ഫ്രം, ടു ഇമ്പോർട്ട് സ്പെസിഫിക് പാർട്സ് ഓഫ് എ മൊഡ്യൂൾ, ഒരു മൊഡ്യൂളിൻ്റെ സ്പെസിഫിക് പാർട്സ് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കീവേഡാണ് ഫ്രം കീവേഡ്. നെക്സ്റ്റ് ഗ്ലോബൽ കീവേഡ്, ഈ കീവേഡ് ഉപയോഗിച്ചിട്ടാണ് ഗ്ലോബൽ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്നത്. ടു ഡിക്ലെയർ എ ഗ്ലോബൽ വേരിയബിൾ. നെക്സ്റ്റ് ഇഫ് കീവേഡ്, ഈ കീവേഡ് ഉപയോഗിക്കുന്നത് ടു മേക്ക് എ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്, ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇഫ് കീവേഡ് യൂസ് ചെയ്യുന്നത്. ഇമ്പോർട്ട് കീവേഡ് ഒരു മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ എന്നിട്ട് ലാംഡ കീവേഡ് യൂസ് ചെയ്യുന്നത് അനോണിമസ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു നൾ വാല്യൂ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നൺ കീവേഡ് യൂസ് ചെയ്യുന്നത്. പിന്നെ നോട്ട് ഓർ കീവേഡ്സൊക്കെ ഒരു ലോജിക്കൽ ഓപ്പറേറ്ററാണ്. പിന്നെ ട്രൂ ഒരു ബൂളിയൻ വാല്യൂനെയാണ്. പിന്നെ വൈൽ ടു ക്രിയേറ്റ്, ഒരു വൈൽ ലൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വൈൽ കീവേഡ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ആക്ച്വലി എല്ലാ കീവേഡും ജസ്റ്റ് ഒന്ന് ഫാസ്റ്റായിട്ട് പറഞ്ഞതാണ്. അതിലും ചില കീവേഡ്സ് പറയാത്തുണ്ട്. അത് വെച്ചിട്ട് ആരും ബോദർ ചെയ്യേണ്ട, അതിനെക്കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതിൽ പഠിക്കാനുള്ള കീവേഡ്സ് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സസിൽ അതിൻ്റെ ടോപ്പിക്ക് വരുന്ന സമയത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതാണ്. നെക്സ്റ്റ് സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വേരിയബിൾസ് ഇൻ പൈത്തൺ. അതിൽ ഫസ്റ്റ് പോയിൻ്റ്, വേരിയബിൾസ് ആർ കണ്ടെയ്നേഴ്സ് ഫോർ സ്റ്റോറിങ് ഡാറ്റ വാല്യൂസ്. അതായത് നമുക്ക് ഒരു വേരിയബിളിൽ നമ്പേഴ്സ്, ക്യാരക്ടേഴ്സ്, വേർഡ്സ്, അങ്ങനെ എന്ത് വാല്യൂസ് വേണമെങ്കിലും നമുക്ക് ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് പോയിൻ്റ്, നോ നീഡ് ടു ഡിക്ലെയർ ആൻഡ് ക്യാൻ ഈവൻ ചേഞ്ച് ആഫ്റ്റർ ഡിക്ലറേഷൻ. ഒരു വേരിയബിൾ നമുക്ക് മുൻകൂട്ടി ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റ് നമുക്ക് പ്രോഗ്രാമിൽ ഒരു വേരിയബിൾ യൂസ് ചെയ്യാം. അതുപോലെ പിന്നീട് ആ പ്രോഗ്രാമിൽ തന്നെ ആ വേരിയബിളിൻ്റെ വാല്യൂ നമുക്ക് വീണ്ടും ചേഞ്ച് ചെയ്യാം. അതിനൊന്നും ഒരു പ്രോബ്ലം ഇല്ല. നെക്സ്റ്റ് പോയിൻ്റ്, സ്ട്രിംഗ് വേരിയബിൾസ് ക്യാൻ ബി ഡിക്ലെയർഡ് ഐദർ ബൈ യൂസിങ് സിംഗിൾ ഓർ ഡബിൾ കോഡ്സ്. അതായത് നമുക്കിപ്പോൾ ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾ ഒരു സ്ട്രിംഗ് വേരിയബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വാല്യൂ നമുക്ക് സിംഗിൾ കോഡ്സിലോ ഡബിൾ കോഡ്സിലോ ഡിക്ലെയർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് പോയിൻ്റ്, എ വേരിയബിൾ ഈസ് ക്രിയേറ്റഡ് ദ മൊമെൻറ്റ് യു ഫസ്റ്റ് അസൈൻ എ വാല്യൂ ടു ഇറ്റ്. അതായത് നമ്മൾ എപ്പോഴാണ് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്, എപ്പോഴാണ് നമ്മൾ ആ വേരിയബിളിന് ഒരു വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുന്നത്, അപ്പോഴാണ് ആക്ച്വലി ഒരു വേരിയബിൾ ക്രിയേറ്റ് ആവുക. നെക്സ്റ്റ് സ്ലൈഡിൽ റൂൾസ് ഫോർ പൈത്തൺ വേരിയബിൾസ്. ഐഡൻറ്റിഫൈസിന് നമ്മൾ കുറച്ച് പോലെ റൂൾസ് ഉണ്ടായിരുന്നു. അതുപോലെ പൈത്തൻ്റെ വേരിയബിൾസിനും ചെറിയ റൂൾസ് ഉണ്ട്. അപ്പോൾ അത് നോക്കാം. അതിൽ ഫസ്റ്റത്തെ റൂള്, എ വേരിയബിൾ ക്യാൻ ഹാവ് എ ഷോർട്ട് നെയിം ലൈക്ക് എക്സ് ആൻഡ് വൈ ഓർ എ മോർ ഡിസ്ക്രിപ്റ്റീവ് നെയിം ഏജ്, കാർ നെയിം, ടോട്ടൽ അണ്ടർസ്കോർ വാല്യൂ, അങ്ങനെയൊക്കെ. അതായത് ഒരു വേരിയബിളിന് ഷോർട്ട് പേരുകളായ എക്സ് ഒരൊറ്റ ക്യാരക്ടർ അല്ലെങ്കിൽ വൈ എന്നൊരൊറ്റ ക്യാരക്ടർ അങ്ങനെയാവാം. അല്ലെങ്കിൽ നമുക്കൊരു ഡിസ്ക്രിപ്റ്റീവ് പേരായിട്ട് ഏജ്, ഇത്തിരി വലിയ പേര്, കാർ നെയിം, ടോട്ടൽ അണ്ടർസ്കോർ, ടോട്ടൽ വോളിയെ ഒരുമിച്ച് എഴുതാൻ വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ വലിയ വാല്യൂ ആണെങ്കിൽ ആക്കാം. അല്ലെങ്കിൽ ഒരു സിംഗിൾ ക്യാരക്ടർ വെച്ചിട്ടൊക്കെ വേരിയബിൾ നമുക്ക് പറയാം, അല്ല ഡിക്ലെയർ ചെയ്യാം. നെക്സ്റ്റ് പോയിൻ്റ്, എ വേരിയബിൾ നെയിം മസ്റ്റ് സ്റ്റാർട്ട് വിത്ത് എ ലെറ്റർ ഓർ ദ അണ്ടർസ്കോർ ക്യാരക്ടർ. അതായത് നമുക്കൊരു വേരിയബിളിൻ്റെ പേര് ഒരു ലെറ്റർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു അണ്ടർസ്കോർ ക്യാരക്ടർ വെച്ചിട്ട് തുടങ്ങാം. ഇതന്നെ സെയിം റൂൾ തന്നെ ഉണ്ടായിരുന്നു ഐഡൻറ്റിഫയറിലും. നെക്സ്റ്റ് റൂളും സെയിം ഐഡൻറ്റിഫയർ തന്നെയാണ്. എ വേരിയബിൾ നെയിം cannot സ്റ്റാർട്ട് വിത്ത് എ നമ്പർ. ഒരു നമ്പർ വെച്ചിട്ട് വേരിയബിളിൻ്റെ പേര് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് റൂളും ഏതാണ്ട് സെയിം തന്നെയാണ്. എ വേരിയബിൾ നെയിം ക്യാൻ ഓൺലി കണ്ടെയ്ൻ ആൽഫോ ന്യൂമറിക് ക്യാരക്ടേഴ്സ് ആൻഡ് അണ്ടർസ്കോർ, ക്യാപിറ്റൽ A to Z വരെ, 0 to 9 ആൻഡ് അണ്ടർസ്കോർ. അപ്പോൾ ഇതിലെ ഏത് വാല്യൂ വേണമെങ്കിലും വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാൻ യൂസ് ചെയ്യാം. വേരിയബിൾ നെയിംസ് ആർ കേസ് സെൻസിറ്റീവ്. ഏജ് ക്യാപിറ്റൽ എ വെച്ചിട്ട് എഴുതി കഴിഞ്ഞാൽ ആ ഏജ്, പിന്നെ ഫുൾ ക്യാപിറ്റൽ ഏജ്, ഈ 3 വേർഡും 3ആയിട്ടാണ് ആക്ച്വലി പൈത്തൺ ഇൻ്റർപ്രെറ്റർ റീഡ് ചെയ്യുക. അപ്പോൾ
മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇതിലുള്ള ഒരുവിധം എല്ലാ റൂൾസും പൈത്തൻ്റെ ഐഡൻറ്റിഫയേഴ്സിലുണ്ടായിരുന്നത് തന്നെയാണ്. ആക്ച്വലി വേറെ പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. പൈത്തൻ്റെ ഐഡൻറ്റിഫയറും വേരിയബിൾ ഏതാണ്ട് ഡിക്ലെയർ ചെയ്യുന്നത് ഈ ഒരു റൂൾസ് എല്ലാം കോമൺ തന്നെയാണ്. നെക്സ്റ്റ് നമുക്ക് വേരിയബിൾസിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റത്തെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ പൈത്തൻ്റെ ഐഡിയയിലും പൈത്തൺ ഷെല്ലൊക്കെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ പൈത്തൺ ഐഡിയയിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് അതായത് സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാനാണ് പൈത്തൺ ഐഡിയൽ. അതിൽ തന്നെ അതിൻ്റെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് കാണിക്കും. അപ്പോൾ അത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിനാദ്യം ഓൾ പ്രോഗ്രാംസിൽ പൈത്തൺ 3.8 ഒരു ഫോൾഡർ എടുക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് നമുക്കത് വേണമെങ്കിൽ ഡെസ്ക്ടോപ്പിലേക്ക് ആഡ് ചെയ്ത് തരാം. അതിൽ ഐഡിയൽ ഫോർ പൈത്തൺ എന്ന് പറഞ്ഞിട്ട് അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് r=23 ജസ്റ്റ് ടൈപ്പ് ചെയ്തു. ഒരു സിംഗിൾ ക്യാരക്ടർ വേരിയബിളിൽ നമ്മൾ ഒരു വാല്യൂ ടൈപ്പ് ചെയ്തു. പിന്നെ ക്യാപിറ്റൽ N വെച്ചിട്ട് നെയിം രാജീവ് എന്ന് ടൈപ്പ് ചെയ്തു. പക്ഷെ അങ്ങനെ ടൈപ്പ് ചെയ്ത എറർ വന്നു. കാരണം നമ്മൾ സ്ട്രിങ്ങാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. സ്ട്രിങ് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ കറസ്പോണ്ടിങ് കോഡ്സിൻ്റെ ഉള്ളിൽ വേണം കൊടുക്കണമെങ്കിൽ. നെയിം കോഡ്സിൻ്റെ ഉള്ളിൽ രാജീവ് എന്ന് ടൈപ്പ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കൊടുക്കാം. പ്രിൻറ്റ് ചെയ്യാനായിട്ട് പ്രിൻറ്റ് 6 കോഡ്സിൻ്റെ ഉള്ളിൽ 6 കൊടുത്ത റോൾ നമ്പർ പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ 23 പ്രിൻ്റായി. നെക്സ്റ്റ് നമ്മൾ നെയിം പ്രിൻറ്റ് ചെയ്യാൻ പോണ്. പ്രിൻറ്റ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നെയിം ക്യാപിറ്റൽ N കൊടുക്കണം. കാരണം വേരിയബിൾ കേസ് സെൻസിറ്റീവ് ആണ്. ഇപ്പോൾ രാജീവ് എന്ന് പ്രിൻ്റായി. ഇനി നമുക്ക് കറസ്പോണ്ടിങ് പേരിന് നെയിം എന്ന വാല്യൂക്ക് തന്നെ നമ്മൾ വേറെ വാല്യൂ കൊടുക്കണം. നമുക്ക് പറഞ്ഞു പ്രോഗ്രാമിൽ നമുക്ക് കണ്ടിന്യൂസ് ആണെങ്കിൽ പിന്നീട് ആ വാല്യൂ ചേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ നെയിം രാജീവിന് വരെ രാഹുലിന് കൊടുത്തു. അപ്പോൾ എററൊന്നുമില്ല. അങ്ങനെ ഒരു എറർ ഇല്ല. കാരണം വേരിയബിളിന് അതൊരു എററല്ല. വേരിയബിളിൻ്റെ വാല്യൂ എപ്പോഴാണെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. പിന്നെ സ്മോൾ ലെറ്റർ N വെച്ചിട്ട് നെയിമിന് മനു എന്ന് കൊടുത്തു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്യാപിറ്റൽ നെയിം പ്രിൻറ്റ് ചെയ്യണം. പ്രിൻറ്റ് ക്യാപിറ്റൽ നെയിം ക്യാപിറ്റൽ ലെറ്റർ N വെച്ചിട്ട് നെയിം. അപ്പോൾ ആദ്യം നമ്മൾ പ്രിൻറ്റ് ചെയ്തിരുന്നത് രാഹുലിന് രണ്ടാമത് പ്രിൻറ്റ് ചെയ്ത് രാഹുൽ പ്രിൻ്റായി. ഇനി നെക്സ്റ്റ് നമ്മൾ സ്മോൾ ലെറ്റർ നെയിം പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ മനു എന്നുള്ളത് പ്രിൻ്റായി. ഇപ്പോൾ നോഡിൽ നോക്കിയാൽ രാഹുൽ ആദ്യം നമ്മൾ നെയിമിന് കൊടുത്തിരുന്ന വാല്യൂ രാജീവ് എന്നായിരുന്നു. അവിടെ രാജീവ് പ്രിൻറ്റ് ചെയ്തു. പിന്നീട് നമ്മൾ വാല്യൂ ക്യാപിറ്റൽ ലെറ്റർ N നെയിമിന് രാഹുലിന് കൊടുത്തപ്പോൾ ഇവിടെ പിന്നീട് പ്രിൻ്റായത് രാഹുലാണ്. മറ്റത് അതിൽ നിന്ന് റൈസ് ആയിപ്പോയി. ഓക്കെ.